നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ കാണാനഴകുള്ള സുന്ദരിയായ മഹദിയായിരുന്നു. അവസാനം അവിടത്തെ തൊലിയൊക്കെ കറുത്തു, എല്ലും തോലുമായി കണ്ണു കുടിഞ്ഞുപോയി. കുടുംബക്കാര് വന്നിട്ട് പറഞ്ഞു, നഫീസ എന്തിനാ നീ എല്ലാ ദിവസവും നോമ്പ് പിടിക്കുന്നത്? നീ എന്തിനാ ഉറക്ക വഴിയുന്നത്? നഫീസ നീ ഇടയ്ക്കിടയ്ക്ക് നോമ്പ് പിടിക്ക് നഫീസ, നീ ഉറച്ചു നേരമെങ്കിലും ഉറങ്ങു നഫീസ, നിന്റെ തൊലി കറുത്തു നഫീസ, നീ എത്ര സുന്ദരിയായിരുന്നു നഫീസ, നിന്നെ കാണാൻ എന്തഴകായിരുന്നു നഫീസ, നിന്റെ കണ്ണു കുടിഞ്ഞല്ലോ, നിന്റെ തൊലി കറുത്തല്ലോ, നിന്റെ എല്ലും തൊലിയും ആയല്ലോ നഫീസ, ഇങ്ങനെ ഉറക്ക വഴിയല്ലേ, നീ മരിച്ചു പോകും നഫീസ. നഫീസത്തുൽ മിസ്രിയോട് തന്റെ കുടുംബക്കാര് വന്ന് ഉപദേശിക്കുമ്പോ നഫീസ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? 30 കൊല്ലമായിട്ട് ഞാൻ അല്ലാഹുവോട് ദുആ ചെയ്യുന്നത് രണ്ട് കാര്യമാണ്. നിന്നെ പോലെ ജീവിച്ചിരുന്ന വിചാരമുള്ള പച്ചയിറച്ചിയുള്ള സുന്ദരിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ 30 കൊല്ലം അല്ലാഹുവിനോട് ഖബറിനകത്തിരുന്ന് ദുആ ചെയ്തത് എന്തെന്നറിയോ? അല്ലാഹുവേ, മരിക്കുമ്പോ എന്നെ ഒരു നോമ്പുകാരിയാക്കി മരിപ്പിക്കണേ അല്ലാ. ഒരു പെണ്ണിന്റെ 30 കൊല്ലത്തെ ദുആയാ, ഒരു പെണ്ണിന്റെ 30 കൊല്ലത്തെ ദുആയാണ്. മരിക്കുമ്പോ നോമ്പുകാരിയാക്കി മരിപ്പിക്കണം തമ്പുരാനെ. അല്ലാഹുവേ, എനിക്ക് ഖുർആൻ ഓതി മരിക്കണമല്ലാ, എനിക്ക് ഖുർആൻ ഓതി മരിക്കണമല്ലാ. വന്നവര് മുഴുവനും തോറ്റുപോയടോ, കരഞ്ഞുകൊണ്ട് പോയടോ. അല്ലാഹുവേ, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ മരണമെടുത്തപ്പോ പോയിട്ട് കുളിച്ചു. അവിടുന്ന് മയ്യത്ത് കുളിച്ചിട്ട് വാങ്ങിവെച്ച കഫൻ തുണിയും ധരിച്ചുകൊണ്ട് കുഴിച്ചിട്ട കബറിന്റെ ചാരത്ത് പോയി കിടക്കുകയാണ്. അതാ വരുന്നു മലക്കുൽ മൗത്ത് അസ്റായീൽ. അല്ലാഹുവേ, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയുടെ റൂഹ് പിടിക്കാൻ മലക്കുകൾ അവിടുന്ന് കടന്നു വരികയാണ്. മരിക്കുന്ന ദിവസം നോമ്പുകാരിയാ, 30 കൊല്ലം അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ട് വാങ്ങിച്ചതാണ്. മരിക്കുന്ന ദിവസം നോമ്പുകാരിയാണ്.